Hi everyone. ഈ വീഡിയോയിൽ ഇലസ്ട്രേഷൻ 3യും 5ഉം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഇലസ്ട്രേഷൻ 3. A, B and C are partners in a firm with equal shares. The profit and loss account of the firm ended on 31st March 2020. എന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ ലോസ് ആണ്, നെറ്റ് ലോസ് ആണ് തന്നിരിക്കുന്നത്. Compute the book profit and the total income of the firm for the assessment year 2021 when the firm fulfills the condition under section 184. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ബുക്ക് പ്രോഫിറ്റ് കാണാനായിട്ട് ഇപ്പം നമുക്കിവിടെ ബുക്ക് പ്രോഫിറ്റ് കാണാനായിട്ട് നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആദ്യം എഴുതുന്നു. അതർ ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുന്നു. പിന്നെ സെക്ഷൻ 28 to 44D വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുന്നു, അഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ലെസ് ചെയ്യുന്നു. റെമ്യൂണറേഷൻ ടു ദ പാർട്ട്നേഴ്സ് ഡെബിറ്റ് പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഇൻ എക്സസ് ഓഫ് 12% അത് അഡ്മിസിബിൾ അല്ല, അതുകൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യണം. ആൻഡ് ദ റിസൾട്ടിംഗ് ഫിഗർ വിൽ ബി ദ ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രകാരം നെറ്റ് ലോസ് ആണ് നമുക്കുള്ളത്. ആ നെറ്റ് ലോസ് ദാറ്റ് ഇസ് 3,75,000 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള നെറ്റ് ലോസ് ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. അതിലേക്ക് അതർ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അതൊന്നുമില്ല ഇവിടെ. വേറെ ഇൻകം, ബിസിനസ് ഇൻകം അല്ലാതെ വേറെ ഇൻകം ഒന്നുമില്ല. സോ നത്തിങ് ഇസ് ദെയർ. 28 മുതൽ 44D വരെയുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. ആകെ കൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതും നോക്കണ്ട. പിന്നെ മൂന്നാമത് നോക്കേണ്ടത് റെമ്യൂണറേഷൻ ആഡ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെമ്യൂണറേഷൻ വരുന്നത് 3,60,000 ആണ്. അത് ആഡ് ചെയ്യുന്നു. ആഡ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് 3,60,000. പിന്നെ വരേണ്ടത് 12%ഉം എക്സസ് ആയിട്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇവിടെ ഇൻട്രസ്റ്റ് 12% വരുന്നുള്ളൂ. അപ്പോൾ അത് വരെയുള്ളത് അലൗബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഓൺലി 36,000 ആണ് ലോസിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബുക്ക് ലോസ് വരും 3,75,000 കൂടെ 3,60,000. അത് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, അതിന് ഡിഫറൻസ് എഴുതി ഹയസ്റ്റ് വാല്യൂ നെഗറ്റീവ് എഴുതുന്നു. അപ്പോൾ ബിസിനസ് ലോസ് 15,000 ആണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ അവർ ടോട്ടൽ ഇൻകം ഓഫ് ഫേമും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻകം ഓഫ് ഫേം കാണണമെങ്കിൽ ഈ ബിസിനസ് ലോസിലേക്ക് സെക്ഷൻ 184 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് റെമ്യൂണറേഷൻ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ 15,000 ലോസ് എഴുതി, ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ ഏതാ വരിക? ആക്ച്വൽ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് വിച്ച് എവർ ഇസ് ലെസ്. ആക്ച്വൽ റെമ്യൂണറേഷൻ നമുക്കറിയാം 3,60,000 ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഇത് ലോസ് ആണ്. ലോസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 1,50,000 ആണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. നമ്മളിവിടെ പറയുന്നുണ്ട്. ബുക്ക് പ്രോഫിറ്റ് ആദ്യത്തെ 3 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എ ലോസ് 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഇസ് മോർ ആണ് എടുക്കുക. ഇവിടെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെന്റൻസ് ഇഗ്നോർ ചെയ്ത് കളയാം. 90% ബുക്ക് പ്രോഫിറ്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ലോസ് ആണെങ്കിൽ 1,50,000 ആണ്. അപ്പോൾ 1,50,000 ഓർ ആക്ച്വൽ റെമ്യൂണറേഷൻ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 1,50,000 ആണ്. ആക്ച്വൽ റെമ്യൂണറേഷൻ 3,60,000 ആണ്. ഇതിലെ ലീസ്റ്റ് വൺ വരുന്നത് 1,50,000 ആണ് ഡിഡക്ഷൻ കിട്ടുക. ബുക്ക് ലോസിൽ നിന്ന് അത് കുറയ്ക്കുമ്പോൾ ഫൈനൽ ലോസ് ഓഫ് ദ ഫേം കിട്ടും 1,65,000. ഈ ലോസ് വരും കൊല്ലങ്ങളിൽ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് അബൌട്ട് ഇലസ്ട്രേഷൻ 3. ഇലസ്ട്രേഷൻ 4 നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരെ ഇലസ്ട്രേഷൻ 5ലേക്ക് കടക്കാം. ഇലസ്ട്രേഷൻ 5ൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. XYZ are equal partners in a firm being X is a non-working partner. X ഒരു നോൺ വർക്കിംഗ് പാർട്ട്ണർ ആണ്. അപ്പോൾ അതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് ആസ് അണ്ടർ. എന്നിട്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റെന്റ്, ഓഫീസ് എക്സ്പെൻസ്, സാലറി, അഡ്വർടൈസ്മെന്റ്, കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സാലറി ഇൻക്ലൂഡ് പാർട്ട്നർ സാലറി. അപ്പൊ പാർട്ട്നേഴ്സിന്റെ സാലറി മാത്രമാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള സാലറികൾ അലൗബിൾ ആണ്. പാർട്ട്നേഴ്സിന്റെ സാലറി ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അവസാനം ബുക്ക് പ്രോഫിറ്റിൽ നിന്നാണ് അത് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട്നർ സാലറി നമ്മളിവിടെ ഈ 15,000ഉം 10,000ഉം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റം. അത് ഡിഡക്ഷൻ കിട്ടില്ല. കാരണം ഇതിങ്ങനെയാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറുടെ സാലറിക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്.
ബാഡ് ഡെപ്സ് അഡ്മിസിബിൾ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ളത് 12,500 പക്ഷെ ബാഡ് ഡെപ്സ് ഓൾറെഡി 20,000 കൂടി ഉണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഒന്നെങ്കിൽ ബാഡ് ഡെപ്സ് 20 അല്ല 15 ആണെന്ന് തോന്നുന്നു. അപ്പൊ ബാഡ് ഡെപ്സ് ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അനുവദിച്ച എമൗണ്ട് മാത്രം അഡ്മിസിബിൾ ആയിട്ട് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതായത് 15,000 റുപ്പീസ് ആദ്യം തന്നെ ഇൻഅഡ്മിസിബിൾ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ആഡ് ചെയ്യാം, പിന്നെ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് അല്ല ലെസ് അഡ്മിസിബിൾ നമ്മുടെ ഫോമിൽ ഇങ്ങനെയാണല്ലോ. സെഷൻ 28 ഇതില് നമ്മുടെ ഇവിടെ സെഷൻ 2844D പറയണത് എന്താ, ആഡ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസുകളും ലെസ് അഡ്മിസിബിൾ എക്സ്പെൻസും ആണ്. അപ്പൊ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് മുഴുവൻ ബാഡ് ഡെപ്സിനെയും 15,000നെയും ആഡ് ചെയ്യാം. എന്നിട്ട് ലെസ് അഡ്മിസിബിൾ എക്സ്പെൻസ് നമുക്ക് ഇവിടെ ചെയ്യണം. ഈ സെഷനിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നിടത്ത് അവിടെ അനുവദിച്ചിട്ടുള്ള ബാഡ് ഡെപ്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. പിന്നെ ബാഡ് ഡെപ്സ് വന്നിട്ടുണ്ട്. ബാഡ് ഡെപ്സ് അല്ല ഇവിടെയാണ് നോക്കുന്നത്. യെസ്. ഇനി ഫർണിച്ചർ പർച്ചേസ് ബൈ എക്സ് ഫോർ ദ പേഴ്സണൽ യൂസ് 10,000 ഹാസ് ബീൻ ഡെബിറ്റഡ് ടു സൺട്രി എക്സ്പെൻസസ്. അത് അയാളുടെ പേഴ്സണൽ പർപ്പസിന് മേടിച്ച ഫർണിച്ചർ ബിസിനസ്സിൽ അലൗബിൾ അല്ല. അപ്പൊ അത് ഇൻഅഡ്മിസിബിൾ ആണ്. ആ 10,000 രൂപ മാത്രം നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാം. ഡിപ്രീസിയേഷൻ അലൗഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഫുള്ള് അലൗഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്, കമ്മീഷൻ തന്നിട്ടുണ്ട്. കമ്മീഷൻ റെമ്യൂണറേഷന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഈ കമ്മീഷനും ഈ സാലറിയും കൂടി കൂടിയിട്ടുള്ളതാണ് മൊത്തം റെമ്യൂണറേഷൻ ടു ദ പാർട്ട്നേഴ്സ്. അപ്പൊ ഈ കമ്മീഷൻ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് ബിസിനസ് ഇൻകം ആണ്. ബാഡ് ഡെപ്സ് റിക്കവേർഡിന്റെ കേസിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ബാഡ് ഡെപ്സ് ഡിഡക്ഷൻ അനുവദിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിൽ ഇക്കൊല്ലം ഇതിനെ ബിസിനസ് ഇൻകം ആയിട്ടാണ് കാണുക. നമ്മളിത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. Bad debts recovered if it is allowed as a deduction in the earlier year will be taxable as a business income in the current year. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ അസ്യൂം ചെയ്യാണ് കഴിഞ്ഞ കൊല്ലം ഡിഡക്ഷൻ അനുവദിച്ചിട്ടുള്ളതാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ പ്രാവശ്യം നമ്മൾ അതിനെ ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. ബാങ്ക് ഇൻട്രസ്റ്റ് അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ഇനി അതിന് പുറമെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ബോണസ് ടു ദ പാർട്ട്നേഴ്സ്. ബോണസ് റെമ്യൂണറേഷന്റെ ഭാഗമാണ്. കമ്പ്യൂട്ട് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ആൻഡ് ദ റെലവന്റ് അസസ്മെന്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ ഇൻ ദ ഫേം. ഓരോ പാർട്ട്ണർക്കും കിട്ടുന്ന ഷെയർ എന്താണ്. ദ ഫേം ഡസ് നോട്ട് ഫുൾഫിൽ ദ കണ്ടീഷൻ ഓഫ് സെഷൻ 184 ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് പ്രത്യേകത, റെമ്യൂണറേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനും ഡിഡക്ഷൻ കിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിഡക്ഷൻ ഇല്ലെന്ന് കാര്യം നോക്കിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഇവിടെ ഈ തന്നിട്ടുള്ള എമൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുള്ള ഈ 3 എമൗണ്ടും അലൗബിൾ ഐറ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഈ 50 എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 1 lakh rupees വരാം. 1 lakh rupee നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം ബുക്ക് പ്രോഫിറ്റ് കാണാനായിട്ട്, സെഷൻ 184 അപ്ലൈ ചെയ്യാത്തത് കൊണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഡിസ്കസ് ചെയ്തു. നമുക്ക് പ്രോബ്ലത്തിൽ കിടക്കാം. നമ്മൾ ആദ്യം എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എഴുതണം. നെറ്റ് പ്രോഫിറ്റ് 25,000 അത് ആദ്യം എഴുതി. അതിലേക്ക് ഈ ഫോർമാറ്റ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇത് പ്രകാരം ചെയ്തു പോവാണെങ്കിൽ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതി, അടുത്ത് എക്സ്ക്ലൂഡ് അതർ ഹെഡ്സ് ഓഫ് ഇൻകം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ അതർ ഹെഡ്സ് ഓഫ് ഇൻകം കണ്ടത് ആകെ കൂടിയിട്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ബാങ്ക് ഇൻട്രസ്റ്റ് ഞാൻ ലെസ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 25,000 ബാങ്ക് ഇൻട്രസ്റ്റ് 3,000 rupees ഞാൻ ലെസ് ചെയ്തു. പിന്നെ ബാഡ് ഡെപ്സ് റിക്കവേർഡ് അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, കാരണം കഴിഞ്ഞ കൊല്ലം ഡിഡക്ഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം അത് ബിസിനസ് ഇൻകം ആയിട്ട് കാണാമെന്ന് പറയുന്നത്. ബിസിനസ് ഇൻകം അല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ലെസ് ചെയ്യുന്നത്. അപ്പൊ ബാഡ് ഡെപ്സ് റിക്കവേർഡ് ബിസിനസ് ഇൻകം ആയിട്ട് ഇപ്പൊ പരിഗണിക്കുകയാണ്. ഡിസ്കൗണ്ട് ബിസിനസ് ഇൻകം ആണ്. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ സെറ്റിലെ നെറ്റ് പ്രോഫിറ്റ് എഴുതി കഴിഞ്ഞു, എക്സ്ക്ലൂഡിങ് അതർ ഹെഡ്സ് ഓഫ് ഇൻകം അതുവരെ ചെയ്തു കഴിഞ്ഞു. നെറ്റ് ഇൻകം 25,000 എഴുതി, അതർ ഇൻകം ആയിട്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന 3,000 ലെസ് ചെയ്തു. ഇനി അടുത്ത് നോക്കാം. മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 28 to 44D. നമുക്ക് ഇനി അത് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓരോ ഐറ്റം ആയിട്ട് നമുക്ക് എടുക്കാം.
ഫസ്റ്റ് വൺ പറയുന്നത് റെന്റ് ബിസിനസിന്റെ ഭാഗമാണ്, അത് അലൗബിൾ ആണ്. ഓഫീസ് എക്സ്പെൻസ് ബിസിനസിന്റെ ഭാഗമാണ്, അലൗബിൾ ആണ്. സാലറി 1 lakhല് 15,000ഉം 10,000ഉം നമ്മൾ ആഡ് ചെയ്യണം. റെമ്യൂണറേഷൻ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാണാൻ ആഡ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അവിടെ അങ്ങനെ ചെയ്താൽ മതി, ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അഡ്വർടൈസ്മെന്റ് 15,000 അത് അലൗബിൾ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അത് ബിസിനസിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് നമുക്കത് അലൗബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ചാരിറ്റി ആൻഡ് ഡൊണേഷന്റെ കേസിൽ അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിച്ചില്ല എന്നുള്ളൂ. ചാരിറ്റി ആൻഡ് ഡൊണേഷന്റെ കേസിൽ 5,000 rupees ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഡൊണേഷൻ ഇങ്ങനെയാണ് ആ 5,000 സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. 3,500 ലോക്കൽ സ്കൂളിനും 1,000 rupees ഒരു ക്ലബിനും 500 rupees ട്രേഡ് അസോസിയേഷനും. ഇതിൽ ബിസിനസിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഡൊണേഷൻ എന്ന് പറയുന്നത് ട്രേഡ് അസോസിയേഷന്റെ ഒരു 500 rupees മാത്രമാണ്. അതിന് ഡിഡക്ഷൻ കിട്ടും, ബാക്കിയുള്ള ഒന്നിനും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ 3,500ഉം 1,000 rupeesഉം നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ഫുൾ എമൗണ്ട്, ഇവർ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ബാഡപ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മുഴുവൻ ഡൊണേഷനും അവർ ആഡ് ചെയ്തു, എന്നിട്ട് അനുവദിച്ചിട്ടുള്ള ഡൊണേഷൻ വെറും 500 രൂപ മാത്രമാണ്, അത് മാത്രം ലെസ് ചെയ്തു. അങ്ങനെയാണ് ഇവർ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാഡപ്സും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തത്, അതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. ഫുൾ എമൗണ്ട് ചാരിറ്റി ആൻഡ് ഡൊണേഷൻ 5,000 ആഡ് ചെയ്തു, എന്നിട്ട് അനുവദിച്ചിട്ടുള്ള എമൗണ്ട് ലെസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അനുവദിച്ചിട്ടില്ലാത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3,500ഉം 1,000ഉം ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും പിന്നെ ഒന്നും ലെസ് ചെയ്യാൻ പോകണ്ട. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ബാഡപ്സ് റിസർവ് അതിന് ഒരിക്കലും ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ 10,000 rupees ഡിഡക്ഷൻ, റിസർവിനും പ്രൊവിഷനൊന്നും ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ ഈ 10,000 rupees നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തു. ബാഡപ്സ് 15,000 ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അനുവദിച്ചിട്ടുള്ളത് 12,500 ആണെന്ന് പറയുന്നു. ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് 15,000 12,500 കുറച്ചിട്ട് 2,500 നമ്മൾ ആഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അവർ ചെയ്തിട്ടുള്ളത് എൻറ്റയർ 15,000 അവർ ആഡ് ചെയ്തിട്ട് 12,500 അവർ ലെസ് ചെയ്യും. അതിന്റെ ലോജിക് എന്താ, 15,000 rupees മുഴുവൻ എമൗണ്ടും അലൗബിൾ അല്ല എന്ന് പറഞ്ഞത് ആഡ് ബാക്ക് ചെയ്തു, എന്നിട്ട് അലൗ ചെയ്തിട്ടുള്ള എമൗണ്ട് ലേറ്റർ ലെസ് ചെയ്തു. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി സൺട്രി എക്സ്പെൻസസ് 20,000. സൺട്രി എക്സ്പെൻസിൽ ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഫർണിച്ചർ പേഴ്സണൽ ആയിട്ട് മിസ്റ്റർ എക്സ് പർച്ചേസ് ചെയ്ത 10,000 rupees ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അതിന് നമുക്ക് ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് 10,000 rupees നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെയും വേണമെങ്കിൽ ഇത് ടെക്സ്റ്റിൽ ഇവർ ചെയ്തിട്ടുള്ളത് ഈ സൺട്രി എക്സ്പെൻസിന് ഈ 10,000 rupees ആഡ് ചെയ്തിട്ടുള്ളൂ. ബാഡപ്സും അതുപോലെ ഡിപ്രീസിയേഷൻ അല്ല ബാഡപ്സും ഡൊണേഷനും ഒക്കെ ചെയ്ത പോലെ വേണമെങ്കിൽ അവിടെയും സൺട്രി എക്സ്പെൻസ് 20,000 രൂപയും നമ്മൾ ആഡ് ചെയ്തിട്ട് 10,000 രൂപ ലെസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ടെക്സ്റ്റിലത്തെ പാറ്റേണിലാണ് ഫോളോ ചെയ്യുന്നത്. ടെക്സ്റ്റിൽ അവർ ചെയ്തത് ഈ 10,000 രണ്ടും ചെയ്ത് ഒന്ന് തന്നെയാണ് എഫക്റ്റ് വരിക. ഈ 10,000 ഈ 20,000 10,000 ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, ഇത് ഈ 10,000 രൂപ അലൗഡ് അല്ല, അപ്പൊ ആ 10,000 രൂപനെ ആഡ് ബാക്ക് ചെയ്തു, അത്രേ അവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഡിപ്രീസിയേഷൻ അലൗഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അത് ഡിഡക്ഷൻ കിട്ടുന്നതാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡിഡക്ഷൻ കിട്ടാത്തതാണ് ആഡ് ബാക്ക് ചെയ്യുന്നത്, ഇവിടെ ഡിഡക്ഷൻ ഉള്ളതാണ്, അപ്പൊ ഒന്നും ചെയ്യണ്ട. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ ഇത് സെഷൻ 184 അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ എമൗണ്ടുകൾക്ക് നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഈ എമൗണ്ട് മുഴുവൻ അങ്ങനെ ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ 12% പലിശ നോക്കേണ്ട കാര്യം വരുന്നില്ല. 184 അപ്ലൈ ചെയ്യാത്ത കാരണം എൻറ്റയർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പൊ എന്ത് ചെയ്യാം, 1 ലക്ഷം രൂപ മുഴുവൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. എവിടേക്ക്, നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യും. പിന്നെ കമ്മീഷൻ നമുക്ക് റെമ്യൂണറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം സെഷൻ 28 മുതൽ 44D വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇനിയുള്ളതിൽ ഇപ്പൊ സാലറി കഴിഞ്ഞു. സാലറി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാഡപ്സ് എഴുതി, ഫർണിച്ചർ എഴുതി, ഡൊണേഷൻ എഴുതി. ഇനി നമ്മൾ എഴുതാനുള്ളത് അടുത്ത്. അപ്പൊ നമ്മൾ അത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ 28 തൊട്ട് 44D വരെയുള്ള ഈ മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് അത് കഴിഞ്ഞു. അടുത്ത് ആഡ് റെമ്യൂണറേഷൻ ടു ദ പാർട്ട്നേഴ്സ് ഇഫ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇവിടെ തന്നിട്ടുള്ളത് സാലറി 15,000ഉം 10,000ഉം, കമ്മീഷൻ 15,000 10,000 5,000, പിന്നെ അവസാനം ബോണസ് പറയുന്നുണ്ട്
1000, 2500, 1500. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഫൈനൽ എമൗണ്ട് ആണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ആൻസറിൽ നോക്കി നോക്കാം. നെറ്റ് പ്രോഫിറ്റ് എഴുതി 25,000. ചാരിറ്റി ആൻഡ് ഡൊണേഷൻ പറഞ്ഞ 5,000 മുഴുവൻ ആഡ് ചെയ്ത് എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ഡൊണേഷൻ ടു ട്രേഡ് അസോസിയേഷൻ ലെസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ബാഡ് ഡെബ്റ്റ്സ് റിസർവ് ഒട്ടും അനുവദിച്ച് കിട്ടുന്നതല്ല. അപ്പൊ 10,000 റുപ്പീസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ബാഡ് ഡെബ്റ്റ്സ് 15,000 മൊത്തം ഉണ്ട്, 12,500 അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? മൊത്തം 15,000 ആഡ് ചെയ്തിട്ട് അനുവദിച്ച 12,500 ലെസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ കേസിൽ 184 അപ്ലൈ ചെയ്യാത്ത കാരണം മുഴുവൻ ഇൻട്രസ്റ്റും ഡിസലൗഡ് ആണ്. അപ്പൊ അത് മുഴുവൻ ആഡ് ബാക്ക് ചെയ്തു. 1 lakh rupees ആണ് വരുന്നത്. നിങ്ങൾ ആ 3 പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് ടോട്ടൽ എടുക്കുമ്പോൾ 1 lakh rupees ആണ് വരുന്നത്. അത് ആഡ് ചെയ്തു. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ട് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും. അത് 30,000 വരുന്നു. സാലറി വൈക്കും സെഡിന് മാത്രമേ ഉള്ളൂ. അത് 25,000 വരുന്നു. ബോണസ് XYZന്റെയും കൂടി 5,000 വരുന്നു. അങ്ങനെ ടോട്ടൽ റെമ്യൂണറേഷൻ വരുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയത് എന്ന് പറഞ്ഞാൽ 30,000, 25,000, 5,000 എന്ന് പറയുമ്പോൾ 60,000 ആണ് ടോട്ടൽ റെമ്യൂണറേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരുന്നു. ഫർണിച്ചർ ഒരു 10,000 രൂപ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി എന്താ നമുക്ക് നോക്കാൻ ബാക്കിയുള്ളത്? ഫർണിച്ചർ എഴുതി, ഇത് എഴുതി, എല്ലാ ഐറ്റംസും നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ എന്താ ബാക്കി വിട്ടുപോയെന്ന് നോക്കാം. ബാങ്ക് ഇൻട്രസ്റ്റ് ലെസ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഡ് ഡെബ്റ്റ്സ് അലൗഡ് 12,500 ചെയ്തു, ഡൊണേഷൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് പ്രോഫിറ്റ് ആണ്, ബുക്ക് പ്രോഫിറ്റ് ആണ്. ബുക്ക് പ്രോഫിറ്റ് നമുക്ക് 2,09,000 കിട്ടും. ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാം കേട്ടോ. അത് എന്താണ് വരാഞ്ഞെന്ന് വാട്സാപ്പിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കാണാണ്. അവിടെ കാണുമ്പോൾ ഈ കിട്ടിയ ബിസിനസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് 2,09,000ലേക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ എന്താ ചെയ്യാറ്? റെമ്യൂണറേഷൻ ലെസ് ചെയ്യാറുണ്ട്. ഇവിടെ റെമ്യൂണറേഷൻ ലെസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 184 അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ഇൻകം 2,09,000 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ബിസിനസ് ഇൻകത്തിന് പുറമെ ടോട്ടൽ ഇൻകം ഓഫ് ഫേം കാണാൻ അയാൾക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ 3,000 കൂടി ആഡ് ചെയ്തു. അപ്പൊ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇതിൽ നിന്ന് 80C മുതൽ 80G വരെ ഇതുള്ളതിൽ 80Gയുടെ ഡിഡക്ഷൻ കിട്ടും. അതായത് ഡൊണേഷൻ പെയ്ഡ് ടു, നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ ഡിഡക്ഷൻ കിട്ടുന്ന ഒറ്റ ഐറ്റേ ഉള്ളൂ. ഏതാ? ഡൊണേഷൻ ടു ലോക്കൽ സ്കൂളിന് മാത്രമേ 80G പ്രകാരം ഡിഡക്ഷൻ കിട്ടുള്ളൂ. ക്ലബിന് കൊടുക്കുന്നതിന് ഡൊണേഷന് ഡിഡക്ഷൻ കിട്ടില്ല. ട്രേഡ് അസോസിയേഷൻ കൊടുക്കുന്നതിന് ഡിഡക്ഷൻ കിട്ടില്ല. ഈ ലോക്കൽ സ്കൂളിന് കൊടുക്കുന്നത് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പൊ നമുക്ക് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 3,500 നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ കാണേണ്ടത്? 10% ഓഫ് ദ ടോട്ടൽ ഇൻകം ഓർ 50% ഓഫ് ദ ക്വാളിഫൈങ് 10% ഓഫ് ടോട്ടൽ ഇൻകം വരെയാണ് മാക്സിമം കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 10% ഓഫ് ടോട്ടൽ ഇൻകം കാണും. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇതാണ്, 2,12,000ന്റെ 10% എന്ന് പറയുമ്പോൾ 21,200. 21,200 ഓർ 3,500 whichever is less. അതാണ് ക്വാളിഫൈങ് എമൗണ്ട്. അപ്പൊ 3,500 അല്ലേ ലെസ് വരുന്നേ. അപ്പൊ 3,500ന്റെ 50% ആണ് ഡിഡക്ഷൻ. അപ്പൊ അങ്ങനെയാണ് 1,750 വന്നത്. 80G പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 50% വിത്ത് ലിമിറ്റ് ആണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് 10% ഓഫ് ടോട്ടൽ ഇൻകം കാണാം. അപ്പൊ 21,000 ഇതിന്റെ 10%. അപ്പൊ 21,200 ഓർ ആക്ച്വൽ എമൗണ്ട്, ആക്ച്വൽ ഡിഡക്ഷൻസ് 80G പ്രകാരം ഡിഡക്ഷൻ ഉള്ളത് ആകെ കൂടി 3,500 രൂപ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ലീസ്റ്റ് 3,500 ആണ്. അപ്പൊ അത് എടുത്തു, അതാണ് ക്വാളിഫൈങ് എമൗണ്ട്. അതിന്റെ 50% 1,750 രൂപ വന്നു. അത് ഡിഡക്ട് ചെയ്ത ടോട്ടൽ ഇൻകം 2,10,250 വന്നു. ഇങ്ങനെയാണ് ടോട്ടൽ ഇൻകം. അപ്പൊ ഇവിടെ പ്രത്യേകത 184 അപ്ലൈ ചെയ്യാത്ത കാരണം റെമ്യൂണറേഷൻ ഡിഡക്ഷൻ അനുവദിച്ചില്ല. ഇനി വേറൊരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻ ഓഫ് ഈച്ച് പാർട്ട്നർ ഷെയർ ഇൻ ദ ഫേം. പാർട്ട്ണറുടെ ഷെയർ ഇൻ ദ ഫേം നമ്മൾ കാണാം. ഇതാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത് 2,10,250. ഇതിൽ നിന്ന് ടാക്സ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പൊ ടാക്സ് ആദ്യം കണ്ടുപിടിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പൊ എന്താണ്? ഇൻകം ടാക്സ് ഓൺ 2,10,250 ഈസ് 30%. അത് ഇവിടെ എഴുതി. എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്ത് അപ്പൊ മൊത്തം ടാക്സ് വരുന്നത് 65,598.
ഈ എമൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട്, അതായത് മൊത്തം ഇൻകം 2,10,250 ആണ്. അതിൽ നിന്ന് ടാക്സ് പെയ്ഡ് ഡിഡക്ട് ചെയ്യുമ്പോൾ ബാക്കി ഷെയർ ഹോൾഡേഴ്സിന് വീതിക്കാനുള്ള ഇൻകം 1,44,650 ആണ് ഉള്ളത്. ഈ 1,44,650 പാർട്ട്നേഴ്സിന് അവരോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. 3 പാർട്ട്നേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ 3 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പൊ 1/3 റേഷ്യോയില് ഈ കിട്ടിയ എമൗണ്ട് ഏത് 1,44,650 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സ് ഓരോരുത്തർക്കും കിട്ടുന്ന ഈ പാർട്ട്ണർഷിപ്പിന്റെ ഇൻകത്തിന് എക്സംഷൻ ഉണ്ട്. അവർക്ക് ടാക്സ്, ആ ഇൻകത്തും അവർ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ പ്രോബ്ലം പറഞ്ഞത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.